ഹലോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ ജോബ് ഫെയർ. അപ്പോൾ മേലൊക്കെ കഴുകി ഗുഡ് വൈബ്സിൻ്റെ ഡീ ടാൻ ഗ്ലോ ഫേസ് വാഷ് ഇട്ട് അങ്ങനെ ഫേസും വാഷ് ചെയ്ത് ലിപ് ബാമും മോയ്സ്ചർ സൺക്രീമും അങ്ങനെ ഇതൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ജോബ് ഫെയറിന് പോകുന്നത് വലിയ പ്രതീക്ഷയോടും കൂടി ഒന്നുമല്ല, എന്തായാലും പോകാതെ റിഗ്രറ്റ് അടിക്കണ്ടല്ലോ എന്ന് വെച്ച് പോകുന്നതാണ്. നമ്മുടെ ജില്ലയിൽ തന്നെയാണ്, കണ്ണൂർ ജില്ല. ഞാൻ കണ്ണൂർക്കാരിയാണ്, അപ്പോൾ കണ്ണൂർ തന്നെയാണ്. വലിയ സംഭവമാണ്, തേങ്ങയാണെന്നൊക്കെ കണ്ടു അതിൻ്റെ ആഡ്, പക്ഷെ അതൊന്നും അല്ല എന്ന് എനിക്കറിയാം. എന്തായാലും പോയി നോക്കാം എന്നതിൽ പോകുന്നതാണ്. പിന്നെ എൻ്റെ ഈ സൺക്രീം ഉണ്ടല്ലോ, ഇത് ഭയങ്കര തിക്കാണ്. കുറച്ച് വൈറ്റ്, കുറച്ച് നല്ലോണം വൈറ്റ് കാസ്റ്റ് ഒക്കെ ഇല്ല, പക്ഷെ ബ്ലെൻഡ് ചെയ്ത് വന്നാൽ നല്ല സ്മൂത്ത് ഫിനിഷും ഭയങ്കര ഒരു ഇന്നർ ഗ്ലോ കിട്ടുമേ. ഇതെൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ഗ്ലോ ഇല്ലേ, ഭയങ്കര ഗ്ലോ ആണ്. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആണ്, അത്യാവശ്യം ബ്ലെൻഡ് ചെയ്യണമെന്നില്ല, നല്ല പ്രൊട്ടക്ഷൻ. എനിക്ക് അതുകൊണ്ട് ഇത് ഇഷ്ടമാണ്. അവസാനം നമ്മളിന്ന് പോൺസിൻ്റെ പൗഡർ കൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും വൈറ്റ് ടോണാണ് ഞാൻ എടുക്കാറ്. ഇന്ന് പോൺസ്, ഇന്നെല്ലാം വെറൈറ്റിയാണ്. ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്, കണ്ണെഴുതുന്നുണ്ട്. എന്താണോ എനിക്ക് പറ്റിയെന്നറിയില്ല, ലിപ്സ്റ്റിക്ക് ഇടാനോ കണ്ണെഴുതാനൊക്കെ തോന്നി. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഒഴിവാക്കിയ സംഭവമാണ് കണ്ണെഴുത്തും ലിപ്സ്റ്റിക്ക് ഇടലും. ലിപ് ബാം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ലിപ്പൊക്കെ പിഗ്മെൻറ്റഡ് ആയി വരുന്നതോടെ ഞാൻ നിർത്തിയതായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം. പിന്നെ എപ്പോഴും ലിപ് ബാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പിഗ്മെൻറ്റേഷനെല്ലാം മാറി എൻ്റെ ലിപ്പൊക്കെ സെറ്റായി. പിന്നെ ഇന്ന് എന്താണോ എനിക്കറിയില്ല, ലിപ്സ്റ്റിക്ക് ഇടാനും കണ്ണെഴുതാനും ഒരു തോന്നൽ. കണ്ണ് ഞാൻ മേളിൽ മാത്രം ഐലൈനറിനെ കൊണ്ട് എഴുതുന്നൊരു കുട്ടിയാണ്. പക്ഷെ ഇന്ന് ഞാനിത് കണ്ണ് കാജൽ വെച്ചിട്ട് മുകളിലെ വാട്ടർ ലൈനിൽ മാത്രം എഴുതി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ താഴെയും കൂടെ സ്പ്രെഡാവും. പിന്നെ പൊട്ടൊക്കെ വെച്ച് ഇതാ കറുത്ത വലിയ പൊട്ടൊക്കെ വെച്ചിട്ട് എന്താണ് എനിക്കറിയില്ല, എന്തോ ഒരു എന്താ പറയുക, ഒരുങ്ങാൻ തോന്നി, അങ്ങനെ ഒരുങ്ങി. പിന്നെ ജോബ് ഫെയറിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒട്ടും പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഒരുങ്ങിയിട്ടെല്ലാം പോയി, വേറെ വല്ലയിടത്തും പോയി ചുറ്റിക്കറങ്ങി വരാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ജോബ് ഫെയർ പോയിട്ട് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. വെറുതെ അവിടെ വരെ പോയാൽ പെട്രോൾ കളയാമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കറിയാം. പിന്നെ ഇന്നലെ നന്നായിട്ട് എണ്ണയിട്ട് കുളിച്ചുകൊണ്ട് തന്നെ മുടിയിൽ നല്ല എണ്ണയുണ്ട്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് ക്രാബ് വെച്ചിട്ടാണ് ഞാൻ ക്ലിപ്പ് ചെയ്തിടുന്നത് ഹെയർ. അത് ഇതിൽ ഞാൻ കാണിക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ മുടി അഴിച്ചിട്ടിട്ട് കുറച്ച് എൻ്റെ ഷോയാണ്, റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ഷോ ആവാം. ക്ലിപ്പിടുന്നത് ഇറങ്ങാനാകുമ്പോൾ ക്ലിപ്പിട്ടിട്ടേ ഇറങ്ങുള്ളൂ, അല്ലാണ്ട് മുടി അഴിച്ചിട്ടൊന്നും ഞാൻ ഇറങ്ങാറില്ല. അതിന് പറ്റിയ മുടിയൊന്നും അല്ല എൻ്റെ മുടി, അല്ലെങ്കിൽ ബൺ കെട്ടി വെക്കും. പിന്നെ ഒരു ക്ലിപ്പ് എന്തായാലും എടുത്ത് വെക്കും. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ മുടീനെ സെക്യൂർ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ റെഡിയായിട്ട് എനിക്കിന്ന് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ജോബ് ഫെയറിന് പോയതും ബാക്കി കാര്യങ്ങളിൽ അടുത്ത ഷോർട്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.